മക്കളെ നോക്കടാ നമുക്ക് കാണാൻ വേണ്ടിയത് എന്താ പറയുക നമുക്ക് എന്തായാലും കാണേണ്ടതാ ആവറേജ് സ്പീഡാണ് കാണേണ്ടത്. ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടി മക്കൾ എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ അല്ലടാ മക്കളെ, ഒരാൾ ഒരു ബോയ് അല്ലെങ്കിൽ ഗേളോ ബോയോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു ബോയ് രാവിലെ ഓൻ്റെ വീട്ടിൽ നിന്ന് ഓന് മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുമ്പോഴുള്ള ആ ഡിസ്റ്റൻസ് എത്ര? 2.5 കിലോമീറ്ററാണ്. ഓക്കെ, വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുന്നതിൻ്റെ ഡിസ്റ്റൻസ് എത്ര? ആ ദൂരം എത്രയാണ്? 2.5 കിലോമീറ്റർ. അപ്പോൾ ഓന് വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോയപ്പോൾ 2.5 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ഓൻ്റെ വേഗത എത്ര? 5 കിലോമീറ്റർ പെർ ഹവറാണ്. ഓക്കെ, പിന്നെ തിരിച്ച് ഓൻ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് സഞ്ചരിച്ചു. വീട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ മക്കൾ ഡിസ്റ്റൻസ് മാറുമോ? അപ്പോഴും 2.5 കിലോമീറ്റർ തന്നെ. പക്ഷേ ഓൻ്റെ സ്പീഡ് എന്താണ് ഒന്നും കൂടി പെട്ടെന്ന് സ്പീഡ് കൂട്ടി, 7.5 കിലോമീറ്റർ പെർ ഹവർ എന്ന സ്പീഡ് കൂട്ടി. ഓക്കെ അല്ലേ മക്കളെ? എന്നിട്ട് നമ്മൾ ചോദിച്ചത് എന്താടാ? ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടി ചോദിച്ചത്. ആവറേജ് സ്പീഡ് കാണാൻ എന്താണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കാണ്. മക്കളെ ആദ്യം ആ ചെങ്ങായി അങ്ങോട്ട് പോയി 2.5 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ തിരിച്ച് മാർക്കറ്റിൽ നിന്ന് അങ്ങോട്ട് പോയി വീട്ടിലേക്ക് പോയി. അപ്പോഴും അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര? 2.5 കിലോമീറ്റർ. മക്കളെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഒരു പക്ഷേ എന്താണ് 0 ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താണ്? ആവറേജ് വെലോസിറ്റി അല്ല, ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് ആകുമ്പോൾ നമ്മൾ എന്താ നോക്കുക? ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ആവറേജ് വെലോസിറ്റി ആകുമ്പോൾ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളത്. ആ സമയത്ത് ആവറേജ് വെലോസിറ്റി എന്തുകൊണ്ട് 0 ആണ്? കാരണം ഇനീഷ്യൽ പോയിന്റിലേക്ക് തിരിച്ച് അങ്ങനെ പോയിട്ട് പിന്നെ ഫൈനൽ പോയിന്റ് എന്താണ്? ഈ സെയിം ഇനീഷ്യൽ പോയിന്റ് അല്ല. അപ്പോൾ ആവറേജ് വെലോസിറ്റി. പക്ഷേ എന്താണ് ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടി എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ്. അങ്ങോട്ട് 2.5 കിലോമീറ്റർ, ഇങ്ങോട്ട് എത്ര? 2.5 കിലോമീറ്റർ. മക്കളെ ടോട്ടൽ എത്രയാണ്? 5 കിലോമീറ്റർ ഉണ്ടാവും. അങ്ങോട്ട് 2.5, ഇങ്ങോട്ട് തിരിച്ചെത്ര? 2.5 കിലോമീറ്റർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മക്കളെ ടൈം കണ്ടുപിടിച്ചണം. മക്കളെ ടൈം നമുക്ക് ഇവിടെ തന്നിനോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൈം തന്നിനോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ മക്കളെ ഫസ്റ്റ് കേസ് എന്താ പറയുക, അങ്ങോട്ട് പോയപ്പോൾ, അതായത് വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുമ്പോഴുള്ള ടൈം ചോദിച്ചിന്. മക്കളെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെന്നിന് വെലോസിറ്റി തന്നിന്. വെലോസിറ്റി എത്ര തന്നിന്? 5 കിലോമീറ്റർ പെർ ഹവർ എന്നതിന്. ഓക്കെ, ഡിസ്റ്റൻസ് നമുക്ക് എത്ര തന്നിന്? എത്ര ഡിസ്റ്റൻസ് തന്നിനടാ? നമുക്ക് ഡിസ്റ്റൻസ് 2.5 കിലോമീറ്റർ തന്നിന്. ഡിസ്റ്റൻസ് 2.5 കിലോമീറ്റർ. മക്കളെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ അല്ലേ? വെലോസിറ്റി അല്ല മക്കളെ, സ്പീഡ് കേട്ടോ. വെലോസിറ്റി ഇല്ല, സ്പീഡ്. ഇതെന്താ? എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എടുത്തു കേട്ടോ. മക്കളെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. മക്കളെ സ്പീഡ് നമുക്ക് എത്ര തന്നിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ? 5 കിലോമീറ്റർ പെർ ഹവർ. ഡിസ്റ്റൻസ് എത്ര തന്നിന്? 2.5 കിലോമീറ്റർ ഡിവൈഡ് ബൈ ടൈം നമുക്ക് തന്നിട്ടില്ല. ഇനി ഞാൻ എന്ത് കൊടുത്തു? ടി കൊടുത്തു. അപ്പോൾ ടീനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇതിനങ്ങോട്ട് കൊണ്ടുവന്ന എത്ര മക്കളെ? T1 ഈസ് ഈക്വൽ ടു അങ്ങോട്ട് T1 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള സമയം കേട്ടോ. T1 ഈസ് ഈക്വൽ ടു 2.5/5. ഓക്കെ, കട്ട് ചെയ്ത മക്കൾ നമുക്ക് എന്ത് കിട്ടും? 1/2 കിട്ടും. മക്കൾ എന്താണ് ടൈം? 0.5 ആണ് കിട്ടുക നമുക്ക്. ഓക്കെ മക്കളെ, ഈ ഒരു വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് 5 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ 2.5 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ അതിനെടുക്കുന്ന ടൈം T1 എത്ര മക്കളെ? 0.5 ആണ്. മനസ്സിലായോ? ഇനി മക്കളെ തിരിച്ച് മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ അവൻ്റെ ടൈം അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മക്കളെ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ ഫസ്റ്റത്തെ ടൈം നമുക്ക് ഇങ്ങോട്ട് കിട്ടി T1. ഇങ്ങോട്ട് തിരിച്ചെന്താണ്? അത് T2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത മക്കളെ T1 + T2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 5 ഡിവൈഡ് ബൈ T1 നമുക്ക് ഓൾറെഡി 0.5 കിട്ടി. ഇനി T2 കണ്ടുപിടിച്ചേ. T2 കണ്ടുപിടിച്ചാൽ മക്കളെ അവിടെ സ്പീഡ് എത്ര തന്നതിന്? നമുക്ക് 7.5 സ്പീഡ് തന്നതിന്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്ര തന്നതിന്? 2.5 ഡിവൈഡ് ബൈ ടൈം T. അപ്പോൾ T ഈക്വൽ ടു 2.5 ഡിവൈഡ് ബൈ 7.5. അപ്പോൾ മക്കളെ ഏകദേശം നമുക്ക് എത്ര കിട്ടും? 1/3 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ 1/3 പ്ലസ് പിന്നെ നമുക്ക് ഇവിടെ ആരെ കിട്ടിയത് മക്കളെ? 0.5 ആണ്. 0.5 എന്ന് പറഞ്ഞാൽ 1/2. ഓക്കെ അല്ലേ മക്കളെ? രണ്ട് ടോട്ടൽ ടൈം കൂട്ടല്ലേ? അപ്പോൾ എന്താണ്? 2 × 1 2 പ്ലസ് 3 × 1 എത്ര? 3 ഡിവൈഡഡ് ബൈ 3 × 2 എത്ര? 6. ഓക്കെ, അപ്പോൾ മക്കൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 5/6 കിട്ടി. മനസ്സിലായോ മക്കൾ? ടോട്ടൽ ടൈം എന്താണ്? T1 നമുക്ക് എത്ര കിട്ടിയടാ? T1 1/2 പ്ലസ് T2 എത്ര? 1/3. അതായത് നമുക്ക് എന്ത് കിട്ടും? 5 ഡിവൈഡഡ് ബൈ 5/6. ഓക്കെ അല്ലേ? ഈ 5ഉം കട്ട് ചെയ്തു. ഇനി 6നെ മേലെ കൊണ്ടേ മക്കൾ ആരാണ്? വെറും 6 എന്ന് കിട്ടും. അപ്പോൾ ആവറേജ് സ്പീഡ് എത്ര? 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായോ?